മലയാളി യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് കുബൂസ് ഫാക്ടറിയാണ്. കുബൂസ് സ്ഥിരമായിട്ട് ഓരോ കടയിൽ ഇറക്കി കൊടുക്കുന്നത് ഫുൾ ഓട്ടോമാറ്റിക്കാണ്, മെഷീൻ ഇപ്പോൾ ഓഫാണ്. കുബൂസ് ഉണ്ട്, അതേപോലെ കാക്കുണ്ട്, ഇങ്ങനത്തെ ഒരുപാട് റസ്ക്, ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസുകളാണ്. നമ്മളിന്ന് ഡ്രൈവറെ കൂടെ റൂട്ടിൽ പോകുന്ന കാഴ്ചകളെ ചിത്രീകരിക്കുക എന്നുള്ള രീതിയിലാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. സമയം നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഡ്രൈവർ വണ്ടി ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ കാലിയാണ്. സമയം രാവിലെയാണ്, പുലർച്ചെ ടൈമാണ്. നമുക്ക് നോക്കാം ഒരു ദിവസത്തെ ഒരു കുബൂസ് വണ്ടിയിലെ ഡ്രൈവറെ ജീവിതം ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എന്നുള്ളത്. നമ്മൾ വണ്ടി ഫുള്ള് ലോഡാക്കി യാത്ര തുടങ്ങുകയാണ്. വീഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല, കാരണം നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഏകദേശം നമുക്ക് പോകുന്ന റൂട്ടിലുള്ള കാഴ്ചകളും കച്ചവടങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മളെ ഉറ്റ സുഹൃത്തും നാട്ടുകാരനുമായ ഹമീദ് ഭായിയാണ് ഡ്രൈവറെ. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഒരുപാട് തുറക്കാത്ത കടകളാണ് കൂടുതലുള്ളത്. അതേപോലെ ഓരോ കടകളിലും ഓരോ സ്ഥലങ്ങളിൽ വെച്ച് പോകുന്ന സെറ്റപ്പാണ്. ഇതാണ് നമ്മളെ വണ്ടി. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ നേരം വെളുത്ത് കഴിഞ്ഞാലേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. വളരെ പെട്ടെന്നാണ് സാധനം ഇറക്കുക, അടുത്ത റൂട്ടിലോട്ട് പോവുക. ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാവുന്ന സമയമാണ് ഈ ഒരു സമയം. ഇതിൻ്റെ പ്രത്യേക കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ലൈറ്റ് കൊണ്ടുള്ള ഒരു കാഴ്ച നമുക്ക് കണ്ടാൽ തികയുമില്ല, എന്നാൽ ഇരുട്ട് വിട്ട് പോയിട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഈ രണ്ടും കെട്ട ഒരു വെളിച്ചം വരുന്നൊരു സമയമാണ് ഈ സമയം. ഈ ഒരു കാഴ്ചയിലാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റുകൾ, രാവിലെ തന്നെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ഒരു ചാൻസ് ഉണ്ടാവില്ല. അതായത് സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചം ഇങ്ങോട്ട് വന്ന് നമുക്ക് മുന്നോട്ട് കാണാനുള്ളൊരു കാഴ്ച ആയിട്ടുണ്ടാവില്ല, എന്നാൽ വണ്ടിൻ്റെ വെളിച്ചം നമുക്ക് തകയാതെയും വരും. ഇങ്ങനെയാണ് ഈ ഒരു സമയം കൂടുതലും കണ്ണ് മാറി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കിഴക്കിൽ നിന്നും സൂര്യോദയം പ്രതീക്ഷിച്ച് മുന്നോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഇങ്ങനെ പരമ്പര വെളുത്ത് വരുന്നുണ്ട്. അദ്വ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രയിലൂടെ നേരം കൃഷിയിടങ്ങൾ, സൂര്യോദയം കാണുന്നില്ല. വണ്ടി ആളഴിഞ്ഞൊരു പ്രദേശത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് രാവിലെ തന്നെ പുൽകൃഷിക്ക് വെള്ളമടിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് ഈ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് നേരം കാലി മരുഭൂമികളിലൂടെ ഓടിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ ആളുള്ളൊരു പ്രദേശത്തോട്ട് എത്തിയിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൗണാണ്. ഖുവ എന്നാണ് ടൗണിൻ്റെ പേര്. ഇത് മൊബൈലിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഖുവ ബൽദിയയിലോട്ട് എൻട്രി ആകുമ്പോൾ തന്നെ ഇതേപോലെ പനകളും നല്ല വിശാലമായ ലൈറ്റുകളൊക്കെ വെച്ചിട്ട് റോഡ് സൈഡ് മുഴുവൻ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. ചെറിയ ടൗണാണ്, ആളുകൾ വളരെ കുറവുള്ളൊരു ടൗണാണ്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഏകദേശം 200 കിലോമീറ്ററോളം കൊടും മരുഭൂമിയും കൃഷിഭൂമിയും ഒക്കെ ഉള്ളൊരു ഏരിയയാണ്. ഇപ്പോൾ ബൽദിയയിൽ ചെറിയൊരു പാർക്ക് സെറ്റപ്പൊക്കെ ഈ റോഡിൻ്റെ ഇടത് ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം മുന്നോട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന റോഡാണ്. ചെറിയ ചെറിയ താമസ ഇടങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു കടയിൽ കുബൂസ് ഇറക്കണം. കുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബക്കാലയിലോട്ടാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടെ കുബൂസ് ഇറക്കി യാത്ര നേരെ മുന്നോട്ട്. ഏകദേശം നേരെ ഇങ്ങനെ വെളുത്ത് വന്നിട്ടുണ്ട്. ചുറ്റി ഈ മരുഭൂമിയൊക്കെ തന്നെ കാണാനുള്ളൂ. കടയുണ്ട്, പിന്നെ പെട്രോൾ പമ്പ്. ഇവിടുന്ന് കഴിഞ്ഞാൽ ഏകദേശം 200 കിലോമീറ്റർ നേരത്തെ പറഞ്ഞ പോലെ മുന്നിൽ മൊത്തം ഒറ്റ മരുഭൂമിയാണ്. പ്രധാനമായിട്ടും കൃഷിയിടങ്ങളായിരിക്കും കാണാനുണ്ടാവുക എന്നാണ് വിചാരിക്കുന്നത്. സാധനം ഓരോ കടയിലും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. 120 കിലോമീറ്റർ ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. രണ്ട് ഭാഗത്തും സെയ്ത്തൂണ്, അതേപോലെ പുൽകൃഷി ഒക്കെയാണ് കൂടുതലും കാണുന്നത്. ഈ ഒരു ഭാഗം ഏകദേശം ദുബായ് 1200 കിലോമീറ്റർ വരെ കൊടും മരുഭൂമിയാണ്. കൃഷിയൊന്നുമില്ല. കൃഷിക്ക് ഈ റോഡിൻ്റെ വക്കിൽ കാണുന്ന കൃഷികൾ മാത്രമേ ഉള്ളൂ. ഉള്ളിലോട്ടൊന്നും കൃഷികളില്ല. പിന്നെ ഇവിടെ കാബേജ്, മുന്തിരിയൊക്കെ ആയിട്ടുള്ള കൃഷികൾ. നാല് ഭാഗത്തുനിന്ന് സൂര്യോദയം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കാത്തിരിപ്പാണ്. സൂര്യോദയം ആ ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. മരുഭൂമിയിൽ നിന്നുള്ള സൂര്യോദയം അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്.
ട്രാക്കാണ്. സൗദി അറേബ്യയിലെ കിഴക്ക് ഭാഗത്തുള്ള അവസാന റോഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗവും മരുഭൂമി, മറ്റൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് കാണാനില്ല. ഓരോ ഭാഗത്തായിട്ട് ക്രഷറുകളൊക്കെ കാണാനുണ്ട്. ഒരു ഭാഗത്തായിട്ട് മൈൻസ് പ്രവർത്തിക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും കൊടും മരുഭൂമിയായിട്ടുള്ള കാഴ്ചകളും രാവിലത്തെ സൂര്യോദയവും കണ്ടുള്ള യാത്രയിലാണ്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ക്യാമറയിൽ എത്രത്തോളം ഭംഗി കാണിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ പറ്റുന്നില്ല. ഏകദേശം 120 കിലോമീറ്ററോളം താണ്ടിയിട്ടുണ്ട്. നേരം വെളുത്തിട്ടുണ്ട്. പക്ഷെ ചുറ്റും കാഴ്ചകളൊന്നുമില്ല. ആളുകൾക്ക് തിന്നാൻ പറ്റിയ പുല്ലുണ്ട്, നല്ല മണലുണ്ട്. വിശാലമായ മരുഭൂമിയിലൂടെ നേരെയുള്ള ഒറ്റപ്പാത റോഡാണ്. മുന്നോട്ട് എത്തുന്നതോറും ഒരു ചെറിയൊരു ടൗണായിട്ടൊക്കെ കാണാനുണ്ട്. പച്ചയല്ല, മഞ്ഞ ടൈപ്പ് പുല്ലാണ് ഈ ഭാഗത്തായിട്ട് കാണാനുണ്ട്. ആടുകൾക്കൊന്ന് നിരത്തിയതാവുന്നുള്ള പ്രതീക്ഷയിലാണ്. മർഹബൻ ബിക്കും ഫി ഹദ്ഫ എന്ന് പറഞ്ഞൊരു ബോർഡ് ഈ ഭാഗത്തായിട്ട് കാണാനുണ്ട്. ഇതാണ് ഹദ്ഫ എന്നൊരു ചെറിയ പട്ടണമാണ്. ഒരു പള്ളിയും ഒരു സ്റ്റേഷനും ഒരു വലിയ അതേപോലെ ചെറിയ സ്ഥലമാണ്. നമ്മൾ റോഡ് കടന്ന് വലത് ഭാഗത്തോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ ഓടത്തിന് ശേഷം അത്ഫ എന്ന് പറഞ്ഞ സ്ഥലത്ത് സാധനം ഇറക്കി കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട് അമിത് ഭായ് ഉണ്ട്. അതിവിശാലമായ മരുഭൂമി തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാനുള്ളൂ. പിന്നെ പെട്രോൾ പമ്പ് ഉണ്ട്. ദീർഘമായ കാഴ്ചകൾക്കിടയിലൊന്നും കാണാനില്ലാത്തതുകൊണ്ട് നമ്മളെ സൂര്യകാന്തിൻ്റെ സീഡ്സ് വാങ്ങിയിട്ടുണ്ട്. ഏകദേശം കാലി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ കടേൻ്റെ മുന്നേ കണ്ടൊരു സാധനമാണ്. ഇവിടെ ഉപ്പ് വെക്കുന്നത് കല്ലായിട്ടാണ്. ഉപ്പിൻ്റെ വലിയ കല്ല്, മറ്റേ ഈ ഹിമാലയൻ സാൾട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഏതോ ഒരു ഐറ്റം സൗദി സാൾട്ടാണ്. ഗൈസ്, അമിത് ഭായ് നമ്മളെ പറ്റിച്ചതാണ്. ഞാൻ വെറുതെ ഒരു ദിവസം ലീവൊക്കെ ആക്കി ഷൂട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ച്. സൗദി അറേബ്യയിലെ അടിപൊളി സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്, കാണാനുണ്ട് മോനെ. വന്നു നോക്കി ഒരു ദിവസം എനിക്ക് ലീവാക്കി വന്നാലേ കണ്ടാൽ മുതലാവുന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന സ്ഥലമാണ് ഈ കാണേണ്ടത്. ഇല്ല ഇങ്ങനെ പറഞ്ഞൊരു മലയാളിനെ കണ്ടപ്പോൾ സംസാരിച്ച് നോക്കിയതാണ്. മൂപ്പര് പറഞ്ഞത് ഇവിടെ മണ്ണെണ്ണ വിളക്കൊക്കെ ഉപയോഗിച്ചൊരു കാലമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ക തമിഴ്നാട് ഫീലാണ് ഈ ഒരു ഭാഗത്തെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. പെട്ടെന്ന് സൗദി അറേബ്യയിൽ നിന്ന് തമിഴ്നാട്ടിലെത്തിയ പോലെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി എങ്ങോട്ടാണ് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അമിത് ഭായ് പറഞ്ഞു കൊണ്ടുവന്നാണ്. നോക്കട്ടെ ഇവിടെ നല്ല സ്ഥലങ്ങളുണ്ടാന്നൊക്കെ ഉള്ളത്. വളരെ വിശാലമായ നേർപാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.